നോക്കിയില്ല, ഞാൻ കണ്ടില്ല. മോഹം പൂക്കണ ചെണ്ടല്ലേ പ്രേമം പാടണ നെഞ്ചല്ലേ കാണും ഏതിലും ചേലല്ലേ ചാരത്തായി നീലേ അനുരാഗം ചിറകായ ഇനി നമ്മളതിലായി ഉയരുന്നേ കര കാണാ കൊതിയോടെ മിഴി തമ്മിലിടക്കിടെ കോർക്കുന്നു കനവിന്റെ വല ഓമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ പലവരു കാണുമ്പോൾ ഇപ്പോഴൊക്കെയല്ലേ ഇത് പറ്റൂ മുതലെടുക്കാൻ. അത് മറ്റേതൊക്കെ നമ്മൾ മറ്റേ ഫംഗ്ഷന് ഫൺ പരിപാടി, ഇത് മറ്റേ ആക്ച്വൽ ടെൻഷൻ. മറ്റേ മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത് മോഹങ്ങൾ പെയ്യുമൊരീ തീരത്ത് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി വരവാ നെഞ്ചം നീലാകാശം. ഞങ്ങളുടെ രണ്ടുപേരുടെ ചിരി വളരെ വ്യത്യസ്തമായ ചിരിയുണ്ട്. ഇഷ്ടമുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് നമ്മൾ ഓൾറെഡി 12th കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് മനസ്സിലായത് വീട്ടിൽ വർക്ക് ആവത്തില്ല. അങ്ങനെ ഇവന് അന്നേ ഭയങ്കര ധൈര്യം. മറ്റേ ഒരു കുഴപ്പമില്ല, ഞാൻ വേണേ എന്തിനാ കെട്ടണോ ഇത് ചെയ്യണോ അങ്ങനെ ചെയ്യാം. ഇതൊന്നും എൻ്റെ അടുത്ത് ശരിയാവത്തില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായി. കാരണം ഞാൻ ഇവനുമായിട്ടുള്ള ആ ബോണ്ട് പോവും, ആ ഒരു കണക്ഷൻ എനിക്കത് പറ്റത്തില്ല. ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഒരു, കാരണം എനിക്ക് കുറെ കഴിഞ്ഞിട്ട് ഒരു നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ ഭയങ്കര അതുപോലെ സപ്പോർട്ട് സിസ്റ്റം കിട്ടിയത്. അപ്പൊ ഇതും കൂടെ ഈ പരിപാടിയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പാളും എന്നുള്ളൊരു. പക്ഷെ മേ ബി അന്ന് നമ്മൾ ആ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുമെന്ന് സംശയമാണ്. കാരണം പരിചിതമേതോ പരിമളമായി അറിയുകയായി ഞാൻ എന്നിൽ നിന്നെ. പറഞ്ഞാൽ മതി വൈശാഖ് ഷാബു ഞാൻ മാമൻ മാത്യു മകൾ നിഖില എൽസ മാമൻ എന്നയാളെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിച്ചിരുന്നു. മാമൻ മാത്യു മകൾ നിഖില എൽസ മാമൻ എന്ന ഞാൻ ഷാബു ചേച്ചി മകൻ വൈശാഖ് ഷാബു എന്ന ആളെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചു. ഇവൻ്റെ കാര്യം എനിക്ക് ഭയങ്കര, ഇത്രയും കോംപ്ലിക്കേഷൻസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര, എൻ്റെ മനസ്സിൽ ഭയങ്കര പീസ്ഫുൾനെസ് ആയിരുന്നു. എനിക്ക് ഇവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു പീസ്ഫുൾനെസ് എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തുകൊണ്ട് അത് ട്രൈ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എനിക്ക്. പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഫ്ലോയിൽ എനിക്ക് ആ കാര്യങ്ങൾ വീട്ടിൽ ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ ജീജുവിനോട് പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ഇവിടെ വന്നിട്ട് അപ്പയോട് പറഞ്ഞു. ഇതെല്ലാം ഭയങ്കര പുകകളായിരുന്നെങ്കിലും പക്ഷെ എന്തോ എന്നെ ആ ഒരു സ്ട്രെങ്ത് എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മുന്നോട്ടിപ്പോൾ ഇത്ര എല്ലാം വരുത്താൻ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ദൈവഭാഗ്യമായിരുന്നു, എന്തോ ഒരു ഭാഗ്യമായിരുന്നു സത്യം പറഞ്ഞ്. അതെനിക്ക് എങ്ങനെ വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എൻ്റെ തലയിൽ ഇപ്പോഴും ഇന്നത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ എനിക്ക് അത്രയും ഇങ്ങനെ സംഭവം നടന്നു എന്നൊരു സാധനം കിട്ടിയ. ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി വരവായി ഇന്നെഞ്ചം നീലാകാശം. ഒരു കുഴപ്പമില്ല, നല്ല എന്റെ സന്തോഷം നോക്കി. സന്തോഷം
എന്തേലും പറ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു 9 മാസം അതെ, കല്യാണം എന്ന് പറഞ്ഞു. അതെ, ഇനി എന്താ ഞങ്ങൾ സംസാരിക്കും? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇനി എന്തിനെ പറ്റി പറയും? ടെൻഷൻ അടിക്കാൻ കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ? ഞാൻ ടെൻഷൻ ഉണ്ടാക്കാം കുറച്ചൊക്കെ. അത് വേണ്ട. വേണ്ട, നമ്മുടെ പിള്ളേർ വരുന്നുണ്ടോ? തിരിച്ചേ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? പുതു കാര്യങ്ങൾ കേൾക്കാം, പുതു തലങ്ങളിലേക്ക് പറന്ന് ഉയരാം. പുതിയ പല കാഴ്ചകൾ കാണാം, പുതു കാര്യങ്ങൾ കേൾക്കാം, പുതു തലങ്ങളിലേക്ക് പറന്ന് ഉയരാം. കുഞ്ഞി പെണ്ണേ, കുഞ്ഞി പെണ്ണേ, എന്താണ് പെട്ടെന്ന് മറ്റേ താലി കെട്ടിയപ്പോ ഇങ്ങനെ ഒരു ബ്ലിങ്കസ് മറ്റേ കണ്ണിലൊക്കെ ഭയങ്കര തെളിഞ്ഞിങ്ങനെ മൊത്തത്തിൽ. ആ ഓഡിയോയിലെ കൊറേ സാധനം ഉണ്ടാവും. നിർമ്മല് മറ്റേ വിചാരിക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് മൊത്തത്തിൽ. താലി ഊരിപ്പോയിന്നൊക്കെ. അത് താലി ഊരിപ്പോയി. ഞാൻ പേടിച്ചോടാം, താഴോട്ട് നോക്കുമ്പോ താലിയില്ല, സാധനം കാണുന്നില്ല. അയ്യോ ആശ്വാസം.